1,00,000 മേലെ എന്തോ പൈസ ഉണ്ടല്ലോ, 1-2 ലക്ഷം അതിനടുപ്പിച്ചെന്തോ പൈസ ഉണ്ടെന്ന് തോന്നുന്നു. ഓൻ സ്ട്രീം ചെയ്ത് ഓൻ്റെ അക്കൗണ്ടിലെ പൈസ. ആ പൈസ മുമ്പ് ചോദിക്കാൻ പോയപ്പോൾ ഓൻ ഞെട്ടിപ്പോയത്. അതായത് വേറൊരു കാര്യം പറയാനുണ്ട്. ഈ സ്ട്രീം ചെയ്യുന്നത് ഷമീർ ചെയ്യുന്ന ചാനലിൻ്റെ ഈ സ്ട്രീമിൻ്റെ ഈ ആഡ്സൻസ് അക്കൗണ്ട്, അതായത് നമ്മൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്ന ഒരു അക്കൗണ്ട് ഉണ്ടാവും ഈ യൂട്യൂബ് ചാനലിൻ്റെ. ഈ അക്കൗണ്ട് എന്ന് പറയുന്നത് അതിന് ആഡ്സൻസ് അക്കൗണ്ട് എന്നാണ് പറയുക. ഈ ആഡ്സൻസ് അക്കൗണ്ടിൽ ആരുടെ ബാങ്ക് അക്കൗണ്ടാണോ അതിലേക്ക് പൈസ പോവുക. ഇനി അത് കൊടുത്തത് ഓൻ്റെ ബാങ്ക് അക്കൗണ്ടാണ്. എന്നിട്ട് അത് ഷമീറിന് അറിയില്ല. ഇവൻ ടെക്നിക്കലി പഠിച്ച് വരുന്ന ടൈമാണ്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഒന്നും ഇവനറിയില്ല. അപ്പോൾ ഓനത് പഠിച്ചിട്ട് ഇവനത് നോക്കിയപ്പോൾ ഇവൻ്റെ അക്കൗണ്ടാണ് കാണുന്നത്. അപ്പോൾ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിൻ്റെ അടുത്ത് എടാ ഇത് എൻ്റെ പൈസ എടുക്കാനില്ല, ഇതെങ്ങനെയാണ് ഇതൊന്ന് എടുത്ത് തരുക എന്നുള്ള ഇതിൽ ചോദിച്ച്. അപ്പോൾ പറഞ്ഞു പൈസ നിനക്കെന്ത് പൈസ ഒന്നുമില്ല, ആടെ നിന്ന് സ്ട്രീം ചെയ്തോളാം, പൈസ എല്ലാം ഗ്യാങ് ഫണ്ടിലേക്ക്, അതായത് പൈസ എല്ലാം എനക്ക്, ഗ്യാങ് ഫണ്ട് എന്നുള്ളതില്ല, അതിങ്ങനെ ചിന്തിക്കണ്ട, ഗ്യാങ് നമ്മളാ, അതെന്ത് ഫണ്ട്. ഇനിയിപ്പോൾ അവിടുത്തെ നമ്മളാ ഒരു വീട്ടിലാണല്ലോ നിൽക്കുന്നത്, നമ്മളൊരു 8-10 ആൾക്കാർ ഒരു വീട്ടിൽ നിൽക്കുന്നത്. ആടെ എനിക്കൊന്ന് 30,000-35,000 റുപ്യാണ് വീടിൻ്റെ റെൻറ്റ്. ഒരു 5,000 റുപ്യ ഒരാളിട്ടാൽ മതി. ഒരാൾ 5,000 റുപ്യ ഇട്ടിട്ട് ഫുഡിനും കൂടിയിട്ട് ഒരാൾ 5,000, ഒരാളൊരു 10 റുപ്യ ഒരാൾ ആ ഗ്യാങ്ങിലേക്ക് മാറ്റി വെച്ചാൽ പോലും ലാവിഷായിട്ട് നമുക്കവിടെ ജീവിക്കാം. അങ്ങനെ എനിക്ക് പറയാം, നിങ്ങളെടുക്കുന്ന പൈസയിൽ നിന്ന് ഒരു 10,000 റുപ്യ ഗ്യാങ് ഫണ്ടിൽ ഇട്ടിട്ട് ബാക്കി ഇങ്ങെടുത്തോ, കാരണം ചിലവ് നടന്നു പോകണമല്ലോ. പക്ഷെ അവൻ ചെയ്യുന്നത് വെച്ചാൽ, അത് അവൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇവരെ ഞാനാണ് റീച്ചാക്കിയത്, അപ്പോൾ ഇവരുണ്ടാക്കുന്നതും എനിക്ക് വേണം. ശരിക്കും പറഞ്ഞാൽ ഇവരുള്ളതും കൊണ്ടാണ് നിയാദ് റീച്ചായത്. ഓക്കെ, നിയാദ് എന്നുള്ള ഒരാൾ, ഏതൊരു ക്രിയേറ്ററും ഇനീഷ്യലി പൊങ്ങി വരും. അവിടെ നിന്ന് നിലനിന്ന് പോകണമെങ്കിൽ ഒരു ഇത് വേണം, ഓരോ രീതിയിലുള്ളൊരു കണ്ടൻസ്, ഓരോ രീതിയിലുള്ള പാറ്റേൺസ്, ഓരോ രീതിയിലുള്ള ആൾക്കാർ, ഇങ്ങനെ അത്രയും കുത്തൊഴുക്ക് വേണം ഒരു ചാനൽ, ഒരു കണ്ടൻറ്റിൽ. ആ കുത്തൊഴുക്ക് സൃഷ്ടിച്ചത് ഈ ഗ്യാങ്ങാണ്. ഓരോരോ ആൾക്കാർ, ഒരു ജാസി വരുന്നു, ഷമീർ എന്നുള്ള ക്യാരക്ടർ വരുന്നു, ഇവരുടെ മാനം വിറ്റും ഷട്ടിയൂരി കളിച്ചിട്ടും ഇതെല്ലാം കളിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവരിഷ്ടത്തിനാണ്. ഇതെല്ലാം കമാൻഡാണ്. ഇതെല്ലാം ഇവൻ കമാൻഡ് ചെയ്തിട്ട് ഇവൻ പറഞ്ഞിട്ടും ഇവൻ ജയിപ്പിക്കുന്നതും ഇവൻ പറയുമ്പോൾ ആടണം, ഇവൻ പറയുമ്പോൾ ഓടണം, അങ്ങനെ ഇവർ ചെയ്യുന്നതാണ്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കളിക്കുക അങ്ങനെ കളിക്കുക. ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം അത് എൻ്റെ ഇതിൽ ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നാണ്. പക്ഷേ ഇവർക്ക് വേറെ ഓപ്ഷനില്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, എന്തെങ്കിലും ഇവൻ രക്ഷപ്പെടുത്തുന്നുള്ള ആ പ്രതീക്ഷയിൽ ഇവരിങ്ങനെ ചെയ്യും ഓരോന്ന്. പിന്നെയാണ് ഈ ഡാർക്ക് ട്രൂത്ത് അവർ മനസ്സിലാക്കുന്നത്. അങ്ങനെ പൈസ തരൂല എന്ന് പറഞ്ഞു ഷമീറിനോട്. പൈസ തരൂല എന്ന് പറഞ്ഞിട്ട് ഷമീർ ആകെ പിന്നെ വിചാരിച്ചവൻ ദേഷ്യത്തിൽ ആ സമയത്ത് പറയുന്നതായിരിക്കും. ഇതിങ്ങനെ പിന്നെയും ചോദിച്ചു, ഇങ്ങനെ കല്യാണമാണ്, അങ്ങനെയാണ്, ഭയങ്കര ഇതാണ്, തരൂല എന്ന് തന്നെ പറഞ്ഞു. പിന്നെ ഷമീർ വരുമാനമില്ല. പിന്നെ അല്ലറ ചില്ലറ ഇൻസ്റ്റയിൽ നിന്ന് കിട്ടുന്ന പ്രൊമോഷൻ ഉണ്ട്. പ്രൊമോഷൻ്റെ പൈസ എത്രയാണെന്ന് അറിയാമല്ലോ, ചെറിയ പൈസ കിട്ടുക. അത് ആ കിട്ടുന്നൊരു പൈസയേ ഉള്ളൂ. അത് ഇവൻ്റെ ഒരു വട്ടച്ചെലവിന് പോകാനേ ഉണ്ടാവും. എല്ലാവർക്കും അതെ, ജാസിക്കായാലും എല്ലാവർക്കും കിട്ടുന്ന പ്രൊമോഷൻസ് അവരെ വട്ടച്ചെലവിനും ഇതിനുള്ള പൈസ കിട്ടും. അപ്പോൾ പിന്നെ ഇവനൊരു ഷൂവിൻ്റെ ഒരു ബ്രാൻഡ് ഷമീറിനെ അപ്രോച്ച് ചെയ്ത്, ഷൂവിൻ്റെ ബ്രാൻഡ് അപ്രോച്ച് ചെയ്തിട്ട് നമുക്കൊരു പാർട്ട്ണർഷിപ്പിൽ ഇത് കൊണ്ടുപോകാം, ഈ ഷൂവിൻ്റെ കമ്പനി പാർട്ട്ണർഷിപ്പിൽ കൊണ്ടുപോകാം, ഷമീർ കോഫൗണ്ടറായിട്ട് നിൽക്കണം, നമുക്കിപ്പോൾ ഇത് ബ്രാൻഡായിട്ട് കൊണ്ടുപോകുന്ന ഒരു പയ്യൻ ഷമീറിനെ അപ്രോച്ച് ചെയ്തിട്ട് അങ്ങനെ ഷമീർ ഒരു ഷൂവിൻ്റെ ബ്രാൻഡ് തുടങ്ങാനുള്ള ഇതിൽ ഇത് ചെയ്തു. അങ്ങനെ തുടങ്ങി. ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിങ്ങനെ വന്നിട്ടുണ്ട്, ഞാനിങ്ങനെ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ അതാ ഓക്കെ തുടങ്ങിക്കോ, അതിൽ നിന്ന് എന്തെങ്കിലും ചില്ലറ കിട്ടുന്നുണ്ടെന്ന് അങ്ങനെ എടുത്തോന്ന് പറഞ്ഞു. പിന്നെ വേറൊരാൾ എനിക്കൊന്ന് ആരാന്ന് ഷൂവിൻ്റെ ഒരു കോൺസെപ്റ്റായിട്ട് വന്നത്, ഞാൻ അതിൻ്റെ അടുത്ത് അല്ല ഷൂവിൻ്റെ ഒരു ബിസിനസ് തുടങ്ങേണ്ടത് മൻസൂർ കെ ആരോ ഒരാൾ വന്നു ഷൂ ബ്രാൻഡ് തുടങ്ങാമെന്നുള്ള ഇതിൽ, MRC എന്നുള്ളൊരു പേരിൽ ഷൂവിൻ്റെ ബ്രാൻഡ് തുടങ്ങാമെന്നുള്ള ഇതിൽ ഞാൻ അതിനടുത്ത് ഒരാൾ പോയി. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കി ഷമീർ ഓൾറെഡി ഷൂവിൻ്റെ ഒരു പേജ് സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവന് തുടങ്ങാൻ പറ്റില്ല. ഷമീറിൻ്റെ അടുത്ത് സ്പോട്ടിൽ പറഞ്ഞു, നീ ഈ ബിസിനസ് നിർത്തണം എന്ന് പറഞ്ഞു. ഷമീർ പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ലേ ഇതാക്കിയത്, ഇത് എൻ്റെ മാത്രം മാറ്റിപ്പഴപ്പല്ല, എൻ്റെ അടുത്ത് എന്നെ വിശ്വസിച്ചിട്ട് എന്നെ പാർട്ട്ണറാക്കിയ ചെക്കൻ്റെയും കൂടി ഇതല്ലേ,
ഇത് നീ പറയുമ്പം ഓരോ നിർത്തണം, നീ പറയുമ്പോൾ ഇത് നിനക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതിയോടാ, നമുക്ക് ജീവിക്കേണ്ടതെന്നുള്ള രീതിയിൽ അവൻ അത്ര ഇതായിട്ട് ചോദിച്ചു. അപ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഷെമീറിൻ്റെ ബയോയിലുള്ളൊരു എന്തോ ഒരു ഷൂവിൻ്റെ ഒരു ഇത് ഇത്ര ഇപ്പം ഉണ്ടാവും അറിയാം, ഇപ്പം കളഞ്ഞിട്ടുണ്ടാവും, ഓൻ പറഞ്ഞിട്ട് നിർത്തിച്ചിട്ട് കളഞ്ഞതാണ്. അപ്പോൾ അത് പറഞ്ഞു. അപ്പം അങ്ങനെ വേണ്ട, ഇത് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അത് ഇതുപോലെ അല്ല കേട്ടോ, ഭയങ്കരമായ തെറികളും ഭയങ്കരമായ അബ്യൂസ് വേർഡ്സിൽ ചെയ്തിട്ട് പറയും. ഞാൻ അത്രയും സെൻസറേറ്റാണ് നിങ്ങൾക്കിത് പറഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ അതും നിർത്തിച്ചു. അങ്ങനെ ആർക്കെല്ലാം എന്തെല്ലാം രീതിയിൽ ഇതാക്കുന്നുണ്ടോ അതെല്ലാം പൈസ പരമായിട്ടും എല്ലാ രീതിയിലും ആർക്കൊക്കെ എന്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ അതെല്ലാം ഇവൻ മുടക്കും. ഉദാഹരണത്തിന് ജാസിക്ക് അവിടെ അത്യാവശ്യം ഒരു പ്രൊമോഷൻ കിട്ടിക്കൊണ്ടത് ജാസിയാണ്. അപ്പോൾ ജാസിക്ക് പൈസ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജാസിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ, ഇവിടുത്തെ നീ കുക്കായിട്ട് വന്നല്ലേ, പിന്നെ നീ ഇപ്പോൾ കുക്ക് ചെയ്യുന്നില്ലല്ലോ, നമ്മൾ കുക്കിനെ വെക്കും, ആ കുക്കിൻ്റെ സാലറി നീ കൊടുക്കണം. അതായത് കുക്കിംഗ് ഇവനോട് നിർത്താൻ. അപ്പോൾ ഇടയ്ക്ക് എന്തോ കട്ടായി. അപ്പോൾ മെൽവിൻ എന്ന് പറഞ്ഞ ഒരാളറിയാം നമ്മൾ കുക്കായിട്ട് വന്നത്. അപ്പോൾ പുള്ളീനെ കുക്കായിട്ട് എടുക്കുക എന്നുള്ളത് നിയാ തീരുമാനിച്ചു. അത് എപ്പോഴെന്ന് വെച്ചാൽ ജാസിനോട് നിയാദ പറഞ്ഞത് എന്ത് ചെയ്ത്, ജാസിൻ്റെ ബർത്ത്ഡേൻ്റെ ലൈവ് കണ്ടറിയാം, ഇനി നീ കുക്കൊന്നും ചെയ്യണ്ട, സ്ട്രീം ചെയ്തിട്ടൊരു ഇല്ലാത്ത PC കാണിച്ചിട്ട് പറ്റിച്ചല്ലോ, അതിന് ശേഷം നീ കുക്ക് ചെയ്യണ്ട, നീ സ്ട്രീം ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് കൊടുത്തതാണ്. അതിന് ശേഷം മെൽവിൻ എന്ന് പറഞ്ഞൊരു കുക്കിനെ കൊണ്ടുവന്നു. ആഫ്റ്റർ ആ സ്ട്രീം കഴിഞ്ഞല്ലോ, ഇവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എടാ കുണ്ണെ ലൈവിൽ അങ്ങനെ പലതും ഇതും പറയും, ഈ മെൽവിൻ്റെ അതായത് ഈ പറഞ്ഞ കുക്കിൻ്റെ പൈസ കൊടുത്തോണം. ഇവന് വരുമാനമില്ല, ഇല്ലാത്ത പൈസ എവിടുന്ന് കൊടുക്കും? ഇവൻ പട്ടിപ്പണിയെടുത്തിട്ട് ഇല്ലാത്ത ബ്രാൻഡുകളെയും ഇല്ലാത്ത എല്ലാവരും അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യും ജാസി. മാസം ഒരു പൈസ ഇവന് കൊടുക്കണം മെൽവിന്. ഇവന് 10 ഉറുപ്യ കിട്ടുന്നില്ല ജാസിക്ക്, പക്ഷേ ഇവൻ അങ്ങോട്ടേക്ക് ബ്രാൻഡുകളെ അപ്രോച്ച് ചെയ്തിട്ടും ഇങ്ങനെയല്ലോ തെണ്ടിത്തിരിഞ്ഞ് കടം വാങ്ങിയിട്ടും മാസാവസാനമാകുമ്പോൾ ഇവനെന്ത് ചെയ്യും, മെൽവിന് പൈസ കൊടുക്കും. അതായത് അത് ആരുടെ ബാധ്യതയായിരുന്നു? നമ്മളെ കണ്ടൻറ്റ് യൂസ് ചെയ്യുന്നതും നമ്മളെ വെച്ച് കണ്ടൻറ്റ് ഉണ്ടാക്കി നമ്മളെ വെച്ച് പൈസ ഉണ്ടാക്കുന്നതും നമുക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ ബാധ്യസ്ഥനായ നിയാദെന്ന തൊപ്പി അവിടെയും എന്ത് ചെയ്തു, അതും ലാഭിച്ചിട്ട്. അതായത് നമ്മളിങ്ങനെ പിഴിഞ്ഞിട്ടുള്ള ആ ചാറില്ലേ, ആ ചാറിന്ന് എന്ത് ചെയ്തു, പിന്നെ എടുത്തിട്ട് എന്ത് ചെയ്തു, ഓൻ്റെ വായിലേക്ക് തന്നെ കൊടുക്കുക. മനസ്സിലായോ? ഇതാണ് അടുത്ത അവസ്ഥ. എന്നിട്ട് ഇത് എന്നെ ശരിക്കും ഇതൊന്നും ബാധിക്കുന്നില്ല, കാരണം ഞാൻ ആ രീതിയിൽ അടങ്ങനെ എന്നെ അത്രയും രീതിയിൽ യൂസ് ചെയ്യാൻ ഞാൻ നിന്ന് കൊടുത്തിട്ടുമില്ല. ഓനങ്ങനെ ഓൻ്റെ അടുത്ത് എനിക്ക് ഇത്ര പൈസ വേണം ഇങ്ങനെ വേണമെന്ന് ഞാൻ പോയിട്ട് അങ്ങോട്ട് ചോദിച്ചിട്ടുമില്ല. ഓനായിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് നമുക്കിങ്ങനെ ആക്കാം, എൻ്റെ കൂടെ ഓൻ്റെ കൂടെ ഞാനിപ്പം വേണം ഓനിക്ക്. അതായത് ഓനിക്കൊന്ന് കണ്ടൻറ്റിൻ്റെ കാര്യങ്ങളും ആ രീതിയിൽ കാര്യങ്ങളും ഇതയിക്കാനും ആ ഒരു കൈൻഡ് ഓഫ് രീതിയിൽ ഓനിക്ക് തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ നിൽക്കില്ല. അപ്പോൾ എന്നോട് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തു, നമുക്കിങ്ങനെ ആക്കാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് വാഗ്ദാനങ്ങൾ തന്നു. അപ്പോൾ പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഈ പറഞ്ഞ മെൽവിന് പോലും ജാസി എന്ന് പറഞ്ഞ ഒരാളാണ് പൈസ കൊടുത്തത്, ഇല്ലാത്ത പൈസ കടം വാങ്ങിയിട്ടും പ്രൊമോഷൻ ചെയ്തും കിട്ടിയ പൈസ. അപ്പോൾ ആ പൈസ കൊടുത്തിട്ടാണ് മെൽവിൻ അവിടെ നിന്നത്. അല്ലാതെ മെൽവിൻ എന്ന് പറയട്ടെ, ട്രാൻസാക്ഷൻ്റെ ഇതുണ്ടാവില്ലല്ലേ മെൽവിന് കൊടുത്തത്. 2-3 മാസം കൊടുത്തപ്പോൾ തന്നെ ജാസിൻ്റെ വെടി തീർന്ന് ആവൂലെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ്. അതിന് ശേഷം കുറച്ച് മാസം കഴിഞ്ഞതിന് ശേഷം ഒന്നുമല്ല പിന്നെ അവൻ കൊടുത്തത്, വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി അതിൻ്റെ പകുതി പൈസ ഞാൻ കൊടുക്കണ്ടേ. അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇതുവരെ ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞില്ലേ, ഇത്രയും വരെ സ്റ്റിൽ എനിക്ക് അവൻ്റെ അടുത്ത് എന്ത് ചെയ്ത് ഒരു 10% ഇതുവരെ 90% 100% വിശ്വാസം ഉണ്ടായ അല്ലെങ്കിൽ അത്രയും ഒരു സ്നേഹം ഉണ്ടായ എനിക്ക് അവൻ്റെ അടുത്ത് അതൊരു 80% കുറഞ്ഞു. ഒരു 20% എനിക്ക് ഇപ്പോൾ ഒരു ഓനെങ്ങനെയാണോ, ഞാൻ പണ്ട് കണ്ട ഓൻ തന്നെ ഉള്ളത്, അല്ലെങ്കിൽ ഓൻ ചിലപ്പോൾ ഇവരെ മുമ്പ് നിന്ന് അങ്ങനെ അഭിനയിക്കുന്നതാണോ, അല്ല എൻ്റെ അടുത്ത് നൈസ് ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അത്രയും നേരം അബ്യൂസ് ആ രീതിയിൽ എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ. അവിടെ എൻ്റെ അടുത്ത് അങ്ങനെ രീതിയിൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ കാരണം കൊണ്ട് ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ടില്ല. പിന്നെ അങ്ങോട്ടേക്ക് നിയാദ് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, നീ സ്ട്രീമിൽ കയറണം. ഷമീർ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുക, ഷമീർ കത്തി നിൽക്കുക കേട്ടോ, ഷമീർ സ്വന്തം ലൈവ് തുടങ്ങിയിട്ട്. അത് എനിക്കൊന്ന് നിയാദിന് പിടിക്കുന്നില്ല, പൊള്ളുന്നുണ്ട്. അത് പച്ചക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവൻ അവിടെ സുപ്പീരിയറാണ്. അപ്പോൾ
ഇവൻ്റെ ഏറ്റവും താഴെ ഇവൻ്റെ അടിമയായിട്ട് കാണുന്ന ഒരാൾ പൊങ്ങുന്നത് എനിക്ക് കൊള്ളൂല എന്നുള്ളത് കാണിക്കുകയും വേണം. എന്നാൽ പിന്നെ അതിനെങ്ങനെയെങ്കിലും തടയിടണം. അതിന് പറ്റാവുന്ന രീതിയിൽ സ്ട്രീം നിർത്തിക്കാൻ നോക്കി. പക്ഷേ തുടങ്ങാണ്ടിരിക്കാൻ വയ്യില്ലല്ലോ. കുറേ ആൾക്കാർ ഇവൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് ചോദിക്കും ഷമീർ എന്താ ലൈവ് ഇടാത്തത്. തുടങ്ങിയേ വേണം. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, എടാ നീ സ്ട്രീമിൽ വരുന്നില്ലേ, എന്താ നിൻ്റെ പ്ലാന്, എങ്ങനെയാണ് കാര്യങ്ങൾ, ഇതായാൽ മതിയോ, നീ സ്ട്രീമിലേക്ക് വാ, ഇതിൻ്റെ പോസിബിലിറ്റി അതിൻ്റെ ഭയങ്കര ഇതെല്ലാം പറഞ്ഞിട്ട് എന്നെ കുറേ മോട്ടിവേഷൻ തന്നു, എനിക്ക് കുറേ ഇത് തന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാനൊന്ന് സ്ട്രീമിൽ വരാം, ഞാൻ ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ സ്ട്രീമിൽ വന്നു. അതായത് ഞാൻ പണ്ടൊരിക്കൽ എൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന് ശേഷം ഞാൻ പിന്നെ സ്ട്രീമിൽ വന്നിട്ടില്ല. പിന്നെ എന്നെ റീ എൻട്രി ചെയ്യുക സ്ട്രീമിൽ. ലൈവാണ് ലാസ്റ്റത്തെ ഒരു 2-3 മന്ത്സിന് മുമ്പ് തൊട്ട് ലൈവ് ശ്രദ്ധിച്ചവർക്കറിയാം എൻ്റെ ഒരു റീ എൻട്രി ഉണ്ട്. അപ്പോൾ എന്നെ അവിടെ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ആ തലേന്ന് പറഞ്ഞത് അത്രയും എക്സ്ട്രീമായിട്ട് അത്രയും രീതിയിലൊരു ഇതിൽ നിൽക്കണം, ആൾക്കാർ ഇതാവണം, അങ്ങനെയാവണം. ഞാൻ പെട്ടെന്ന് ശിവനെന്തിന് എന്നെ പെട്ടെന്ന് എന്നെ പൊക്കിക്കൊണ്ടുവരാൻ ഇത്ര ഇത്, അല്ലെങ്കിൽ എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊന്ന് ശരിക്കും സ്നേഹമുണ്ടോ ഇവന്, ഇവരുടെ അടുത്ത് ഉള്ള വെറുപ്പാണോ അല്ല എന്നോട് സ്നേഹമാണോ, അങ്ങനെ മൊത്തം കൺഫ്യൂഷനായി ഞാൻ. എന്നിട്ട് അങ്ങനെ തീരുമാനിച്ചു. പിന്നെ ഞാൻ സ്ട്രീമിലേക്ക് റീ എൻട്രി ചെയ്തു. റീ എൻട്രി ചെയ്തതിന് ശേഷം ഇവൻ പറഞ്ഞു ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ, ഇന്നിങ്ങനെ ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം. പിന്നെ ഞാൻ ഷമീറിനെ താത്താൻ നോക്കും, ഷമീറിനെ താത്തിയാലേ അതായത് അറ്റ് എ ടൈം ഒരാൾക്കെ പൊന്താൻ പറ്റും. അതങ്ങനെയാണ്. അതായത് ഒരു ഗ്യാങ്ങിൽ ഒരു ടൈമിൽ ഒരാൾക്കെ ഹൈപ്പ് കിട്ടും. അപ്പോൾ മമ്മൂന് ഹൈപ്പ് ഉണ്ടായപ്പോൾ മമ്മൂനെ താഴ്ത്തിയിട്ടാണ് ഷമീറിനെ പൊക്കിയത്. പണ്ട് തൊട്ട് ലൈവുള്ളവർക്ക് അറിയാം. ഫസ്റ്റ് ജാസി ഹൈപ്പ് കയറി, ജാസിനെ താത്തിയിട്ട് മമ്മൂനെ ഹൈപ്പാക്കി, മമ്മൂനെ താത്തിയിട്ട് ഷമീറിനെ ഹൈപ്പാക്കി. ഇങ്ങനെ ഒരാളെ താഴ്ത്തിയിട്ടേ ഒരാളെ പൊക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരാളെ താറടിച്ചിട്ട് എനിക്ക് പൊങ്ങണോ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ലിറ്ററലി ഞാൻ ഷമീറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എടാ അവൻ്റെ പ്ലാനിങ് ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ ഒന്ന് പറഞ്ഞു. അപ്പോൾ ഷമീർ പറഞ്ഞ് നീ നിൻ്റെ ഒരു തൂക്കി ചെയ്, എന്തായാലും എൻ്റെ അവസ്ഥയിലായിരിക്കും ഉണ്ടാകുക. ആദ്യം 10-12-13 കൊല്ലമായിട്ടുള്ള ഫ്രണ്ടല്ലേ ഞാനും, എന്നെ അവൻ ഇതുപോലെ മുമ്പിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തോന്നുന്നുണ്ടോ നിന്നെ മാത്രം രക്ഷപ്പെടുത്താനായിരിക്കുമെന്ന്. പിന്നെ ആടെ എനിക്കൊരു ഡൗട്ട്, ശരിയാണ് ഈ ഷമീറും പറഞ്ഞ പോലെ തന്നെ പണ്ട് തൊട്ടേ ഉള്ള അവൻ്റെ ഫ്രണ്ടാണ്. എനിക്ക് തോന്നുന്നു എന്നെക്കാൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് ഷമീറിൻ്റെ കൂടെയാണ്. ഞാൻ ഗ്യാപ്പ് വന്ന് ഈ സ്ട്രീമിൻ്റെ ഇതിലും ഗ്യാപ്പ് വന്നിട്ട് ഞാൻ പിന്നെ വരിക ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ ഷമീറിനോട് എന്തെങ്കിലും ഒരു എന്താ അറിയില്ല വാട്ടവർ. ഞാൻ പിന്നെ അത് സ്കിപ്പ് ചെയ്തു. പിന്നെ എന്നിട്ട് എന്ത് ചെയ്തു, സ്ട്രീം ഞാൻ അവൻ്റെ സ്ട്രീമിൽ പോകാൻ തുടങ്ങി. ഓരോ സ്ട്രീമിലും പറ്റാവുന്നത്ര ഹെയ്റ്റ് ഷമീറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് ഷമീറിൻ്റെ അടുത്തും വന്നിട്ട് പറഞ്ഞു, നിങ്ങളൊരു ദിവസം അടിയാക്കണം എന്ന് പറഞ്ഞു, നിങ്ങൾ അടിയാവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ അടിയാവാം, നമ്മളെല്ലാവരും നിങ്ങൾ സ്ട്രീമിൽ കാണുന്ന പോലെയല്ല, നമ്മളെല്ലാവരും നല്ല ബോണ്ടാണ് ശരിക്കും. നമ്മൾ ആ ഒരു വീട്ടിലൊരു ഫാമിലി പോലെ ആ രീതിയിൽ നിന്നാ. ചെറിയ ചെറിയ അല്ലറ ചില്ലറ ഇതുണ്ടെങ്കിലും സൗന്ദര്യപ്പണക്കം എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ ഒരു വീട്ടിലുണ്ടാകുന്ന അതേ സ്നേഹവും അതേ പരിഭവവും അതേ സന്തോഷം എല്ലാം ഉണ്ടാകുന്ന ഒരു ഫാമിലി പോലെ തന്നെ നമ്മളവിടെ ഉള്ളത്. നിങ്ങൾ അടിയാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഷമീർ പറഞ്ഞു ഇല്ല, ഇത് എനിക്ക് ഹെയ്റ്റ് തരാനാണ്, ഇത് എനിക്ക് ഹെയ്റ്റ് കിട്ടും. ഞാൻ പറഞ്ഞു ശരിയാന്ന്, ഇത് എനിക്കും ഹെയ്റ്റ് കിട്ടും. ഷമീറിന് ഇഷ്ടപ്പെടുന്ന ആൾ എന്നെയും വെറുക്കും, ചിലപ്പോൾ ഷമീറിന് ഇഷ്ടപ്പെടാത്ത ആൾ ഓനെ ആ രീതിയിൽ ഇതാക്കുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു ഇല്ല, പക്ഷേ ഇവന് കറക്റ്റ് അറിയാം, നീ അതിനറിയാം ഇത് ആർക്കാണ് ശരിക്കും ഹെയ്റ്റ് പോവുക, ഇതെങ്ങനെയാണ് പോകുക എന്നുള്ളത് നീ അതിനറിയാം. അപ്പോൾ നിങ്ങൾ ഈ അടുത്ത് കണ്ട ലൈവിലെ ആ ഷമീർ വേഴ്സസ് അസ്പാക് ഫൈറ്റ് ഈസ് സ്ക്രിപ്റ്റ്, അത് പാർട്ട് ഓഫ് സ്ക്രിപ്റ്റാണ്. അത് ഒരാളെ താത്തിയിട്ട് ഒരാളെ ഇതാക്കാൻ വേണ്ടിയിട്ട്, താത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നീ അതിന് ഭീഷണിയാവുമോ എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കും, എനിക്കറിയില്ല, എല്ലാം ഓൻ ചിന്തിച്ചു കൂട്ടിയായിരിക്കും. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൂളായിരുന്നു ഇത് ഞാനും ഷമീറും. അങ്ങനെ ഓരോ ഓൻ്റെ ലൈവ് ഓരോ രീതിയിൽ അടിപൊളിയാണെങ്കിലും ഓരോ കോൺട്രവേഴ്സി ഓൻ സൃഷ്ടിക്കും. നിങ്ങളായിരിക്കും ഇതിൻ്റെ എല്ലാം സ്ക്രിപ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ആയിട്ട് ചെയ്തതാണ്. ഒന്നുമല്ല, ലൈവിലെ ചില പണ്ടത്തെ കാര്യങ്ങളിൽ ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് നടക്കുന്ന കുറേ കാര്യങ്ങളിലും ഒരു 90% കാര്യങ്ങളും ഇവൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത്. അത് ഈ ഗ്യാങ്ങിൽ ആരോട് ചോദിച്ചാലും ഇതാക്കും. അത് ജസ്റ്റ് പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ എന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാനും കൂടെ ഉള്ളതാണെങ്കിൽ ഇത് അസ്പാക്കിൻ്റെ സ്ക്രിപ്റ്റാണ്, അങ്ങനെയൊന്നുമല്ല.
ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പണ്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പണ്ട് കുറേ കാര്യങ്ങൾ ടെക്നിക്കലി അല്ലാണ്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ അത്ര ഇൻവോൾവ് ചെയ്യലില്ല. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വേറെ രീതിയിൽ എങ്ങനെ ഇതൊരു ബിസിനസ് ആക്കാമെന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഫൈറ്റ് ഈ പറഞ്ഞ ഷമീർ ഷഡ്ഡിയിട്ട് തുള്ളിയതും ഇതെല്ലാം ഈ ഷഡ്ഡിയിട്ട് തുള്ളുക എന്നുള്ളൊരു സാധനം പെട്ടെന്ന് ലൈവിൽ ഞാൻ എന്താ ഷഡ്ഡിയിട്ട് തുള്ളാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഷമീർ ഊരിയിട്ട് തുള്ളിയതല്ലല്ലോ. അവിടെ ഒരു സ്പിൻ ബോർഡുണ്ട്, ആ സ്പിൻ ബോർഡിൽ എഴുതി അവൻ മുഖേന അവൻ്റെ രീതിയിൽ എഴുതി ഒട്ടിച്ച സാധനം ഷമീർ അത് കറക്കിയപ്പോൾ അത് കിട്ടി, അതവിടെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്കവിടെ ഇവൻ്റെ ഇത് കേൾക്കാമെന്നല്ലാണ്ട് എതിർത്തിട്ട് ഇതാക്കാൻ പറ്റില്ല. പക്ഷെ ഞാനവിടെ എന്താ വെച്ചാൽ ഇവൻ്റെ കൂടെ നിൽക്കുക അല്ലാണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഭാഗം അല്ലാണ്ട് നമുക്ക് ആർക്കും ഈ 5 പേർക്കും അല്ലെങ്കിൽ 6 പേർക്കും ഒന്നും ചെയ്യാനില്ല. എന്നിട്ട് അത് കേട്ടു അങ്ങനെ ഷമീറിന് നല്ല രീതിയിൽ ഹെയ്റ്റ് കിട്ടി. എനിക്ക് കുറച്ച് ചെറിയ രീതിയിൽ എന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. അതായിരുന്നു ഇവൻ്റെ പ്ലാൻ. അതായത് ഷമീറിനെ താത്ത, എന്നിട്ട് എനിക്ക് റെക്കഗ്നേഷൻ തരാം, എന്നിട്ട് നാളെ അടുത്ത ആൾ വരുമോ, ആരാണോ വരുന്നത്, ഇപ്പം ഞാൻ ഇവൻ്റെ അത്ര പൊങ്ങുന്നുണ്ടെന്ന് തോന്നിയാൽ എന്നെയും താത്തു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും ഇവൻ്റെ അത്രയോ ഇവൻ്റെ മേലോ ഉയരാനോ വിടൂല. അങ്ങനെ ഇതിങ്ങനെ പോയി. എന്നിട്ടും എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു 20% എനിക്ക് വേണ്ടി അടുത്തൊരു സോഫ്റ്റ് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ ഒരിത് അത് പിന്നെ 10% ചുരുങ്ങി ഇതുകൂടെ കഴിഞ്ഞപ്പോൾ. ഇത് കംപ്ലീറ്റ്ലി പോകുന്നതപ്പാന്നറിയോ, ഒരു ദിവസം നമ്മളെല്ലാവരും നാട്ടിൽ പോയി ഒരു പെരുന്നാളിന്, എനിക്ക് തോന്നുന്നു ചെറിയ പെരുന്നാളാണെന്നല്ലേ, ചെറിയ പെരുന്നാളിന് നാട്ടിൽ പോയ സമയത്ത് ഇവർ നിയാദ്, റാംബോ, പിന്നെ നമ്മളൊരു മാനേജർ പുള്ളി മൻസൂർക്കാൻ തോന്നുന്നു, ഇവർ പിന്നെ ഇവരെല്ലാം താഴ്ന്ന് സംസാരിക്കുക. അതായത് അതിൻ്റെ ഇടയ്ക്ക് ഷമീർ വേറൊരു കാര്യം വിട്ടു പറഞ്ഞു, നമ്മളെ ഗ്യാങ്ങിൽ നിന്ന് ആദ്യം ഇറങ്ങുന്ന വ്യക്തി മുനുവാണ്. മുനു ശരിക്കും പറഞ്ഞാൽ പാവം. മുനു എന്ന് പറഞ്ഞാൽ ഓനെന്ത് ഇതുണ്ടെങ്കിൽ എതിർക്കും, ഇവൻ്റെ എന്ത് തന്തയില്ലാത്തവരുണ്ടെങ്കിൽ ആകെ എതിർത്ത് സംസാരിക്കുന്നത് മുനുവാണ്. ഇപ്പോൾ മുനുവിനെ വെറുപ്പിച്ചത് ഒരു ഇൻസിഡൻറ്റ്, മുനു പണ്ടേ ഇറങ്ങിപ്പോകണം എന്നുള്ള ഇതിലുണ്ടായതാണ്. മുനു അത്രയും ഇതായ പിന്നെ ഇവനൊരു പണ്ടേയുള്ള കൂട്ടുകാരനല്ല ആ രീതിയിലാണ് മുനു നിന്നത്. ആ ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ദിവസം കണ്ണൂരിലൊരു കോൺസേർട്ടിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ റാംബോ ജാസിനെ ആൾക്കാരുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ചവിട്ടി. ഞാൻ ആദ്യമായിട്ടാണ് ജാസീൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് കാണുന്നത്. ജാസി കരയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് നന്നാ. അതായത് എല്ലാവരും കാണുന്ന അന്നാണ്. ജാസീനെ ഇവൻ ചവിട്ടിയപ്പോൾ ഞാൻ ആ സമയത്ത് അവിടെ ഇല്ല, ഞാനും ഇല്ല, മമ്മും ഇല്ല, ആദിലുമില്ല. നമ്മൾ 3 ആൾ ചാടിക്കാൻ പുറത്തുപോയി. റൂമിൽ എനിക്ക് തോന്നുന്നു മുനുവും റാംബും ഷമീറ ഇവർ 3 പേരാലോ ഉള്ളത്. അപ്പോൾ മുനു ബാത്റൂമിൽ നിന്ന് എന്തോ ഇങ്ങനെ വരുന്നു. അപ്പോൾ റാംബു ജാസിന്ന് വിളിച്ചിട്ട് പുറത്തേക്ക് വന്ന് ജാസിനെ നീ എവിടെ പോയി കിടക്കാമെന്ന് പറഞ്ഞിട്ട് ജാസിനെ പിടിച്ചിട്ട് റൂമിലേക്ക് വന്ന ഒരൊറ്റ ചവിട്ടിയിട്ട് ഇവനെപ്പോൾ അടി കിട്ടുന്നുണ്ട് അവിടെ നിന്ന്, അബ്യൂസ് ചെയ്യലുണ്ട്. പക്ഷേ ഇവൻ ആൾക്കൂട്ടത്തിൽ നിന്ന് ഇവനെ ചവിട്ടിയതുകൊണ്ടാണെന്ന് അറിയില്ല, ഇവൻ്റെ കണ്ണ് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇതായി. എന്നിട്ട് ആ സമയത്ത് മുനു എന്ത് ചെയ്തു, റാംബോനെ ചോദ്യം ചെയ്തിട്ട് നല്ല രീതിയിൽ അത് ഇതായി. റാംബോ ന്യായീകരിച്ചെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ അങ്ങനെ ഇതുണ്ടാവും, നമ്മളങ്ങനെയാണ്, നമ്മളതുകൊണ്ടാണ് ഇങ്ങനെയാണെന്നുള്ള റാംബോ പറയുന്നത്. ജാസി പിന്നെ അടിയാക്കണ്ടെന്ന് വെച്ചിട്ട് പബ്ലിക് പ്ലേസ് ഒരു 4 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടലെന്തോ, അത് താഴെ ഫുള്ള് ക്രൗഡുണ്ട്, ആൾക്കാരുണ്ട്, ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ജാസി പേടിച്ചിട്ട് പാവം, ഇല്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് സാധാരണ ജാസി ഇത് സോൾവ് ആക്കാൻ നോക്കി. മുനു പറഞ്ഞു അവൻ പറയട്ടെ. ലാസ്റ്റ് മുനു അവിടെ ഇതായി. ഓക്കെ ജാസി അത് പോട്ടേന്ന് വെച്ചിട്ട് ഇതായി. മുനു ആ ദേഷ്യത്തിൽ അപ്പം തന്നെ പോയിട്ട് നീ അതിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ കൂടെ നിൽക്കുന്നവന്മാരെ ഇതുപോലെ ഇതാക്കാനാണെങ്കിൽ ഇത് ശരിയാവില്ല എന്നിട്ട് മുനു ആദ്യം ഫ്രസ്ട്രേറ്റഡായി. എന്നിട്ട് അങ്ങനെ മുനുവിൻ്റെ അടുത്ത് ഇവർ രണ്ടുപേരും ഞാതും റാമും കൂടി മുനുവിൻ്റെ അടുത്ത് ഇതായി. പിന്നെ മുനുവിൻ്റെ അടുത്ത് കുറേ കണക്ക് പറഞ്ഞു, നീയും കുറേ ഇവിടെ തിന്നിട്ടാണല്ലോ, നീ ഇവിടുന്ന് കുറേ ഊമ്പിയിട്ടില്ല എന്നിട്ട് മുനുവിൻ്റെ അടുത്ത് കണക്ക് പറഞ്ഞു. അത്രയും പൊട്ടിയിട്ട് മുനു ഗ്യാങ് ഹൗസിൽ നിന്ന് ഇറങ്ങി. ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങുന്ന ആദ്യത്തെ ആൾ മുനുവാണ്. മുനു ഇത് മാറ്റി പറയുമെന്ന് അറിയില്ല, ഇനി പോയിട്ട് നീ അത് മുനുവിനെ മാനിപ്പുലേറ്റ് ചെയ്യുമോ, മുനുവിനോട് മാറ്റി പറയാമെന്ന് അറിയില്ല. പക്ഷേ ആദ്യം ഇറങ്ങുന്നത് മുനുവാണ് ഗ്യാങ്ങിൽ നിന്ന്.
അതിന് ശേഷം ആണ് ഷമീർ ഇറങ്ങുന്നത്. ഷമീർ എങ്ങനെ ഇറങ്ങിയെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഷമീറും മമ്മൂ എന്നൊന്നുമല്ല നാട്ടിൽ പോകുന്നത്. ഷമീറും മമ്മൂ നാട്ടിൽ പോക്കാം. നാട്ടിൽ പോകുമ്പോൾ ഷമീർ അവസാനമായിട്ട് ചോദിച്ചു ആ സ്ട്രീം ചെയ്തതിൻ്റെ പൈസ അപ്പോൾ നിങ്ങളെ കല്യാണത്തിന് അതിനൊരു പൈസ എനിക്ക് കിട്ടുമെന്ന്. ഇവൻ പറഞ്ഞു 5ൻ്റെ പൈസ തരൂല, നിനക്ക് അങ്ങനെ ഒറ്റയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് മുമ്പാനാണെങ്കിൽ നീ പോയിട്ട് പുറത്തുനിന്ന് പോയിട്ട് എന്താ വെച്ചാൽ കാണാമെന്ന് പറഞ്ഞു. ഇവന് ഒന്നും മിണ്ടിയില്ല. ഷമീർ കാറിൽ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പിന്നെന്ത് ചെയ്ത് ഷമീർ വീട്ടിലെത്തിയിട്ട് നമ്മളെ വിളിച്ചു. ഇനിയില്ല, ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല എന്ന് പറഞ്ഞു ഷമീർ. അന്വേഷിച്ചടാ ഇങ്ങനെ പെട്ടെന്ന് ഇതാകില്ല, നമുക്ക് പറയാൻ കഴിയില്ല, എടാ അങ്ങനെ പറയല്ല, ഇങ്ങനെ വാന്ന് പറയാൻ കഴിയില്ല. കാരണം എന്തിനാ പറഞ്ഞിട്ട് പിന്നെ അവിടെ വന്നിട്ട് ചെക്കൻ അനുഭവിക്കാനാണ്. എന്നിട്ട് അമ്മ പറഞ്ഞു നീ നോക്കി ചെയ്യുക, എന്താ വെച്ചാൽ ചെയ്യുക. അപ്പം ഇനി എന്താ പ്ലാന് അറിയില്ല. എങ്ങനെ കിടന്നെങ്കിൽ കുറച്ച് പൈസ ഒപ്പിച്ചിട്ട് ഒരു PC സെറ്റ് ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ലൈവ് തുടങ്ങണം. ഇവൻ ആൾക്കാരുടെ അടുത്തേക്ക് എന്ത് പറഞ്ഞ് ഹെയ്റ്റ് തരുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഷമീർ ഭയങ്കര ഇതായി. അപ്പോൾ ഇവന് വീട്ടിൽ പോയിട്ടൊരു 1-2 ആഴ്ച ഇവൻ ഫുള്ള് ഡിപ്രഷനായിരുന്നു. പിന്നെ ഇനി അതറിഞ്ഞു ഇവൻ വരാൻ പ്ലാനില്ല എന്നറിഞ്ഞു. അപ്പോൾ ഇവനെ ഇനി എങ്ങനെ ഹെയ്റ്റ് കൊടുക്കാമെന്ന രീതിയിൽ ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ ഷമീർ എന്ത് ചെയ്ത് വീട്ടിൽ നിന്ന് ഉമ്മാൻ്റെ സ്വർണം എവിടെയോ പണയപ്പെടുത്തിയിട്ട് ഒരു 1-1.5 ലക്ഷം റുപ്യ സെറ്റ് ചെയ്തിട്ട് വേഗം പോയിട്ട് ഒരു PC സെറ്റ് ചെയ്തു. PCയും പിന്നെ റൂം അത്യാവശ്യം സെറ്റാക്കിയിട്ട് PC സെറ്റ് ചെയ്ത് ഷമീർ ലൈവ് തുടങ്ങി. അപ്പോഴും ആൾക്കാർക്ക് അറിയില്ല ഷമീർ ഗ്യാങ് വിട്ട് പോയിന്ന്. അതിന് മുമ്പ് ആദ്യം ഗ്യാങ് വിട്ടത് മുനുവാന്നുള്ളതും ആൾക്കാർക്ക് അറിയില്ല. എനിക്കൊന്ന് ഈ വീഡിയോയിലോട്ടാണ് ഇത് ആൾക്കാർ അറിയാൻ പോകുന്നത്. ഷമീർ അങ്ങനെ ഇറങ്ങുന്നു ആദ്യം. രണ്ടാമത്തെ ആളിറങ്ങി ഗ്യാങ്ങിൽ നിന്ന്. ഇപ്പോൾ ഗ്യാങ്ങിലുള്ളത് ജാസി, മമ്മു, ആദിൽ, ഞാൻ. പിന്നെ അങ്ങനെ അവിടം വരെ കാര്യങ്ങൾ. എന്നിട്ട് പിന്നെ ഷമീർ ലൈവ് തുടങ്ങി, ഒറ്റയ്ക്ക് ലൈവ് തുടങ്ങാൻ തുടങ്ങിയപ്പോൾ GTA എന്നും ആ രീതിയിലൊക്കെ ഷമീറിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ആൾക്കാർ തുടങ്ങി. അതായത് GTൻ്റെ ഓൾ ഇൻ ഓൾ തൊപ്പിയാണല്ലോ. പിന്നെ ഷെയ്ക്ക് കുറേ അങ്ങനത്തെ കുറേ ചെറിയ പടയാളികളുണ്ട് ഇവർക്ക്. അവരെ വെച്ചിട്ട് ഇവനെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ആ രീതിയിൽ കാര്യങ്ങളിലേക്ക് മുന്നോട്ടേക്ക് പോയി. പിന്നെ അവിടെ നിന്നും ഒറ്റയ്ക്ക് ഇവനാവില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിയപ്പോൾ എന്ത് ചെയ്തു എല്ലാവരും നമുക്കൊരു തീരുമാനം എടുക്കുക, ഇങ്ങനെ പോയാൽ നമ്മളെല്ലാവരും എല്ലാവരും മൂഞ്ചും, ലാസ്റ്റ് ഒന്നുമില്ലാത്തൊരവസ്ഥയിലാവും എന്നുള്ളത് കണ്ടപ്പോൾ എല്ലാവരും ഡിസിഷൻ എടുത്തു പെരുന്നാളിന് ശേഷം അങ്ങോട്ടേക്ക് പോകണ്ട, ഗ്യാങ്ങിലേക്ക് പോകണ്ട, അതോടെ അങ്ങ് തീരാ. ഇത് പബ്ലിക്കിലേക്ക് ഇവൻ്റെ മുഖംമൂടി എക്സ്പോസ് ചെയ്യാന്നുള്ള ഇതിലേക്ക് തീരുമാനമെടുത്തു. ആ തീരുമാനം എടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ എനിക്ക് ഇവനെടുത്ത് ആ 10% ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ 10% ഉണ്ടായിരുന്നു. അത് പൊളിഞ്ഞ എപ്പോഴാണെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഈ മൻസൂർക്ക, റാംബോ, നിയാദ് ഇവരെല്ലാം ഇങ്ങനെ സംസാരിക്കും. ഷമീർ നാട്ടിൽ പോയല്ലേ, ഇനി വരൂല എന്ന് പറഞ്ഞല്ലോ, വരൂല, ഇനി ഞങ്ങളോട് ഒറ്റയ്ക്ക് സ്ട്രീം ചെയ്തോളാം, ഞാൻ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് പോയിട്ട് അതിന് ശേഷം നിയാദിൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഷമീറിനെ എങ്ങനെയെങ്കിലും ഊമ്പിക്കണം, ഇവിടെ എത്തിക്കണം, തിരിച്ച് ഗ്യാങ് ഹൗസിലേക്ക് എത്തിച്ചിട്ട് ഷമീറിനെ എങ്ങനെയെങ്കിലും ഊമ്പിക്കണം എന്ന് ഇവർ ചർച്ച ചെയ്തു. ഇതെങ്ങനെ നമ്മൾ അറിഞ്ഞതെന്ന് വെച്ചാൽ നമ്മളൊരു എഡിറ്ററുണ്ട്, ഡാനി, അഖിൽ, നമ്മൾ എഡിറ്റേഴ്സാണ്. ഇതിൽ ഇവർ മേളിലിരുന്നിട്ട് ഇവരെ കോൺവെർസേഷൻ കേൾക്കുന്നുണ്ട്. ഇവർ കേട്ട കോൺവെർസേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതെനിക്ക് ഡാനി കറക്റ്റ് പറഞ്ഞെന്താ. അതായത് ഷമീറിനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം, എന്നിട്ട് ആ റീച്ച് എല്ലാം കളഞ്ഞിട്ട് അങ്ങനെയെങ്കിലും കൂമ്പിക്കണം എന്നാണ് ഫസ്റ്റ് ഇവർ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ജാസീനെ ഒന്ന് സൂക്ഷിക്കണം, ജാസി എന്തെങ്കിലുമൊക്കെ എക്സ്പോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ജാസീനെ ഒന്ന് ഇതാക്കണം. പിന്നെ ജാസീനെ കൊണ്ടൊരു യൂസ് എന്ന് വെച്ചാൽ ഓനെ വ്ളോഗ് എടുപ്പിക്കണം, വ്ളോഗ് ഇതാണ് ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഉള്ളത് ആദിലിനെ കൊണ്ട് വലിയ ഇതില്ല, ആദിലൊരു ചെറിയ എക്കനാന്ന് ഓന ഇതായി വരുന്നേ ഉള്ളൂ എന്നുള്ള ഇതിൽ ഓനെ വിട്ടു. പിന്നെ ഉള്ളത് എന്ന് വെച്ചാൽ അസ്പാക്കാണ്, അത് മൻസൂർക്കേ പറയുന്നത് കേട്ടോ. അസ്പാക്കിന് ഓഡിയൻസിനെ എന്തോ ഇതാക്കാനുള്ള, അസ്പാക്കിൻ്റെ അടുത്ത് എന്തോ ഉണ്ട്, ഓഡിയൻസിനെ ഇതാക്കാനുള്ള എന്തോ ഉണ്ട്. ഓനൊന്ന് കുറച്ചുകൂടെ പുഷ് ചെയ്താൽ ഓനെ വെച്ചിട്ട് കുറേ നമുക്കിതാക്കാൻ പറ്റും എന്നുള്ള കാര്യം നിയാദിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നിയാദ് പറഞ്ഞു ഓനെ അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ ആ ഒരു എന്നൊരു വേർഡ് വിളിക്കുന്നുണ്ട്, അത് കറക്റ്റ് പറഞ്ഞു, ഒരു ഡാഷ് മോനെ ഞാൻ എന്ത് ചെയ്യും, ഓൻ്റെ ഇപ്പോഴുള്ള കുറേ ഒരു പ്രശ്നങ്ങളുണ്ട്, ആ മൊത്തം ഞാൻ സോർട്ട് ചെയ്യും, അത് പൈസൻ്റെ രൂപത്തിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ എല്ലാം ഞാൻ സോർട്ട് ചെയ്യും, എന്നിട്ട് മൊത്തത്തിൽ എൻ്റെ പപ്പറ്റാക്കിയിട്ട് ഞാൻ അവനെ മാറ്റുമെന്ന് പച്ചക്ക് ഇവൻ പറഞ്ഞത്. ഡാനിയും അഖിലും രണ്ടാളും ഒരുമിച്ചിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് കള പറയില്ല എനിക്കറിയാം, കാരണം എനിക്ക് അത്ര അറിയുന്ന ആൾക്കാരാണ്. ഇവർ ഈ കേട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു.
അതുകൂടെ കേട്ടപ്പോൾ ഇവൻ്റെ അടുത്ത വേട്ടമൃഗം ഞാനാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുവരെ ആയിട്ടില്ല, സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. അതോടെ ഞാൻ ഉറപ്പിച്ച് ആ 10% കൂടെ ഞാനങ്ങ് പൂട്ടിക്കെട്ടി. എന്നിട്ട് ഞാൻ അവിടെ വരാപ്പുഴ പുഴയിലേക്ക് ചാടി. ഞാൻ എന്നിട്ട് പിന്നെ തീരുമാനിച്ച് ഇവരുടെ കൂടെ തന്നെ കംപ്ലീറ്റ്ലി നിൽക്കുക. അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് ഇതായി. പിന്നെ എന്തിതാണെങ്കിലും അങ്ങോട്ടേക്കൊരു ഉപകാരം ചെയ്യണം എന്നല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓനാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടേ പണ്ടോട്ടേ കൂടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവൻ്റെ അൾട്ടിമേറ്റ് പൈസ എന്നുള്ളത് അപ്പോൾ മനസ്സിലായത്. ഇവൻ്റെ അൾട്ടിമേറ്റ് പൈസ ഇപ്പോൾ ഷമീറായാലും ജാസി എല്ലാവരും പണ്ട് ഇവനൊരു നാർസിസ്റ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇതും ഞാൻ ഇങ്ങനെ നോക്കി ഇവൻ നാർസിസ്റ്റ് അല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒന്നും കണ്ടിട്ടില്ല. ഇവൻ പക്ക എ പ്യുവർ നാർസിസ്റ്റ്. അപ്പോൾ അങ്ങനെയാണ് അവിടം വരെയുള്ള കാര്യങ്ങൾ. എന്നിട്ട് നമ്മളെല്ലാവരും നാട്ടിലേക്ക് പോയി. ആ പെരുന്നാൾ നാട്ടിലേക്ക് പോയി. ആ നാട്ടിലേക്ക് പോയ സമയത്താണ് ഈ ഡാനി അഖിൽ എൻ്റെ അടുത്ത് ഈ സംഭവം പറഞ്ഞത്, ഇങ്ങനെയാണ് പ്ലാന്. അപ്പോൾ നമ്മൾ തീരുമാനിച്ചു ഇനി തിരിച്ച് വരണ്ട, ഗ്യാങ് ഹൗസിലേക്ക് തിരിച്ച് വരണ്ടെന്ന് തീരുമാനിച്ചു. പക്ഷെ ഒരു ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു. എവിടെയാണെന്നല്ല, പെരിന്തൽമണ്ണ മലപ്പുറത്ത് എവിടെയോ ഒരു ഇനാഗുറേഷൻ ഉണ്ടായിരുന്നു. ആ ഇനാഗുറേഷന് ജാസിയും മമ്മും എന്തായാലും പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ഫിലിം ഷൂട്ടുള്ളതുകൊണ്ട് ഒരു ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് ഇവർ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ട് ഇവർ പോയി. അപ്പോൾ ആ ഇനാഗുറേഷൻ കഴിഞ്ഞ് തിരിച്ച് അതേ വണ്ടിക്ക് തിരിച്ച് ആ ഒരു ബാധ്യതയും കൂടെ തീർത്തിട്ട് ആ പൈസയും കൂടെ നമ്മളെ വെച്ചിട്ട് അവൻ കൊടുത്തോട്ടെ, ഉണ്ടായിക്കോട്ടെ, തിരിച്ച് ഒറ്റയ്ക്ക് വന്നിട്ട് എങ്ങനെയെങ്കിലും ഇവർ ജീവിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഇവരെന്ത് ചെയ്തു, ആ ഇനാഗുറേഷൻ അവസാനമായിട്ട് ഇനാഗുറേഷൻ അവൻ്റെ കൂടെ പോയിട്ട് പോയ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അതായത് ജാസി ആയിക്കോട്ടെ എല്ലാവരും, ഷമീർ, ജാസി എല്ലാവരും ഇവനിക്കെതിരെ തെളിവുകൾ ശേഖരിക്കുന്നുണ്ടായിരുന്നു. അതായത് നാളെ ഇവൻ നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് ഊമ്പിച്ചിട്ട് പോയതാണെന്നുള്ളത് വരുത്തി തീർക്കാണ്ടിരിക്കാൻ ഇവൻ്റെ മുഖം മൂടി അയക്കാൻ വേണ്ടിയിട്ട് തെളിവുകൾ, അതായത് ഓഡിയോ റെക്കോർഡ്, കോൾ റെക്കോർഡ്, വീഡിയോ റെക്കോർഡ്, അവിടുത്തെ നടക്കുന്ന കാര്യങ്ങൾ, ഇവൻ്റെ കുറേ ഇല്ലീഗലായിട്ടുള്ള സംഭവങ്ങൾ, എല്ലാ പരിപാടിയും വീഡിയോ റെക്കോർഡ്, കോൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തെളിവുകൾ മൊത്തം ഡെയിലി ഈ പറഞ്ഞ ജാസി ആയിക്കോട്ടെ എല്ലാവരും ഇത് ശേഖരിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഈ കോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ജാസിയും ഇവരും വണ്ടിയിലേക്ക് പോകട്ടെ, ഇനാഗുറേഷൻ്റെ വീട്ടിലേക്ക് പോവുക. ജാസി കോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക വണ്ടി, മീൻസ് ഓഡിയോ റെക്കോർഡ്. പെട്ടെന്ന് ഇവൻ്റെ ഫോൺ വാങ്ങി നിയാദ്. ഫോൺ വാങ്ങിയിട്ട് ചെക്ക് ചെയ്തപ്പോൾ കോളിൽ ഇങ്ങനെ റെക്കോർഡ് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ തന്നെ അതിന് കത്തി, ഇവരെന്നെ എക്സ്പോസ് ആക്കാനുള്ള പരിപാടിയാണെന്ന് കത്തി. അപ്പം തന്നെ വണ്ടി നിർത്തി ജാസിനെ കോൾ റെക്കോർഡ് ഒടിച്ച് കാരണക്കുറ്റിക്ക് കൊടുത്ത് റാംബോ മൊത്തത്തിൽ ജാസിനെ അബ്യൂസ് ചെയ്ത് ആ രീതിയിൽ ചോദിച്ചു, എന്താ കാര്യങ്ങൾ, എന്താ നടക്കുന്നത്, നിങ്ങളെന്നെ ഊമ്പിക്കാനുള്ള പരിപാടിയാണോ, അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് ജാസിൻ്റെ സ്റ്റാൻഡിൽ തന്നെ നിന്നു. ഇത്രയും കാലം നമ്മളെ ദ്രോഹിച്ചില്ലേ, നമ്മൾ പുറത്തിറങ്ങിയാൽ നീ ആൾക്കാരെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുന്നറിയാം, ഇതല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ജാസി അവിടെ ഇതായി. ഒരു ദിവസം മൊത്തം ജാസിനെ ഗ്യാങ് ഹൗസിൽ പൂട്ടിയിട്ടിട്ട് ആ തെളിവുകൾ ശേഖരിച്ച ഫോണ് അവൻ്റെ കിട്ടി. അതിൽ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല, അതിലാകെ ഒരു ഓഡിയോ റെക്കോർഡെന്നേ ഉള്ളൂ. വേറെ ഫോണിൽ ഈ ഷമീറിൻ്റെയോ ആരുടെയൊക്കെ ഫോണിലാണെന്ന് തോന്നുന്നു ബാക്കി കാര്യങ്ങളുള്ളത്. പക്ഷെ അതിൽ നമ്മൾ ഇവനെങ്ങനെയെങ്കിലും എക്സ്പോസ് ആക്കാമെന്നുള്ള കാര്യങ്ങൾ പറയുന്ന ഓഡിയോ റെക്കോർഡുണ്ട്. ആ റെക്കോർഡ് ഏതിലായിരുന്നു, അത് കാര്യമില്ല. കാരണം വെച്ചാൽ എങ്ങനെയെങ്കിലും ഇവനെ പൂട്ടണം എന്നുള്ള കാര്യങ്ങളാണ് ആ ഓഡിയോ റെക്കോർഡിൽ പറയുന്നത്. കോള് വിളിക്കുന്ന റെക്കോർഡ് എങ്ങനെയെങ്കിലും ഇതാക്കണം. അവസാനം ഈ പിള്ളേർ ഗതി കെട്ടിട്ട് 5 പൈസ ഇല്ലാണ്ട് ഇവൻ്റെ അടുത്തുള്ള സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോയിട്ടെങ്കിലും ആ പൈസ ഒന്ന് കബൂലാക്കിയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പിള്ളേർ. അതായത് കുറേ ഇവർ 3-4 പീസ്, അതിൽ ഒരു പീസ് അടിച്ചുകൊണ്ട് പോയിട്ടിട്ട് ചായ പൈസ എങ്കിലും ആക്കാമെന്നുള്ളത്. അത്രയും ഒരാൾ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ, ഒരാൾ അവിടെ നിന്ന് ഒരു സാധനം കക്കാൻ വരെ ചിന്തിക്കണമെങ്കിൽ അത്രത്തോളം അബ്യൂസിൽ കിട്ടിയിട്ടുണ്ടെന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ ആ രീതിയിൽ വരെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഉറുപ്പ്യ എടുക്കണ്ട എന്നുള്ളതിൽ നമ്മൾ തീരുമാനിച്ചു. ഒരു സാധനം എടുക്കണ്ട, ഇത് നമുക്ക് തന്നെ ഇതാക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരും ഒരു മുട്ടായി കഷ്ണം പോലും അവിടെ നിന്ന് എടുത്തിട്ടില്ല. അത് നമുക്ക് അതിൻ്റെ വഴി തന്നെ നോക്കാമെന്നുള്ളതിൽ നമ്മൾ പറഞ്ഞു. മഴ വരുന്നുണ്ട്, നമുക്ക് വീടിന് അങ്ങോട്ടേക്ക് പോവാം. പോസിബിൾ അപ്പോൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അതായത് അത്രത്തോളം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതിലേക്കായി കാര്യങ്ങൾ.
അങ്ങനെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, എല്ലാവരും അതിന് ശേഷം എന്ത് ചെയ്യുന്നു, പിന്നെ പോയില്ല. ഇത് പിടിച്ചു. അപ്പോൾ അവന് മനസ്സിലായി, എല്ലാവരും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി എക്സ്പോസ് ചെയ്യാനുള്ള പരിപാടിയാണ്, അടപടല മൂഞ്ചിന്ന് അവന് മനസ്സിലാക്കിയ ശേഷം എല്ലാവരെയും പോയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ആക്കാം അതാക്കാം. മമ്മൂനെയൊക്കെ പോയിട്ട് ഭയങ്കര രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കി. പക്ഷെ മമ്മു മനസ്സിലാക്കി, ഇനിയും കൂടി ഇവൻ്റെ മാനിപ്പുലേഷനിൽ വീണാൽ ഇവ മൂഞ്ചിക്കുന്നുള്ള ആരും മനസ്സിലാക്കി. അങ്ങനെ പിന്നെ ആരും ഗ്യാങ് ഹൗസിലേക്ക് പോകണ്ടായി. മനസ്സിലായി കാര്യങ്ങൾ, അടിമകളായിട്ട് കണ്ടവർ കാര്യം മനസ്സിലാക്കിയെന്ന് കണ്ടപ്പോൾ പിന്നെ എന്തായത്, പിന്നെ ഇവൻ അടുത്ത സ്റ്റേജിലേക്കാക്കി. അതായത് ഫിലിം ഷൂട്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പിള്ളേരെല്ലാം പോയിരിക്കുക, ഞാനും ഫിലിമിലേക്ക് അഭിനയിക്കാൻ പോവുക. പിന്നെ അതുകൊണ്ട് നമ്മൾ ഗ്യാങ് ഹൗസ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ ഇതൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. മടിയിൽ കാനുണ്ടെങ്കിലല്ലേ പേടിക്കാണ്ട് ഇതെല്ലാം പറയണ്ടു. എന്നിട്ട് ഇത് അങ്ങനെ ഒരു റീലിട്ടു. അപ്പോൾ എല്ലാവരും വിചാരിച്ചോ എല്ലാവരും ഫിലിമിൻ്റേതായതുകൊണ്ട് പോയതായിരിക്കും. ഞാൻ അതിന് ഒരു ഫിലിമുണ്ട് ഇപ്പോൾ, അതിനവൻ പോയി. അതോ പെട്ടെന്ന് ഈ ഒരു കാര്യം കൊണ്ട് കമ്മിറ്റ് ചെയ്താണെന്ന് പോലെ എനിക്കറിയില്ല. ഫിലിമിൻ്റെ ഇതിലേക്ക് പോയി. പിന്നെ ഗ്യാങ് ഹൗസ് ക്ലോസ് ചെയ്തുകൊണ്ട് റാമ്പോ ഒരു വീഡിയോ ഇട്ടു, അടച്ചു എന്നുണ്ട്. അപ്പോൾ പോലും ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് അവർ പിന്നെ എന്തായാലും പറയില്ലല്ലോ, എക്സ്പോസ് ആയി പോകില്ലേ. അവർ സിനിമൻ്റെ ഇത് കാരണം എല്ലാവരും ഗ്യാങ് ഹൗസ് ക്ലോസ് ചെയ്തുകൊണ്ട് അവർ വീഡിയോ ഇട്ടിട്ട് തടി തപ്പി. അതിന് ശേഷം നമ്മൾ ഷമീർ ഒരു ഗ്യാങ് ഹൗസ് എടുത്തു. ഷമീർ ലൈവ് ചെയ്യാന്നുള്ളതിൽ ഷമീർ പറഞ്ഞു. നമ്മൾ ഷമീറിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം വ്ളോഗ് എടുക്കാനെല്ലാം പോയി. അതായത് പുതിയ ഗ്യാങ് ഹൗസിലേക്ക് വരുന്നതിൻ്റെ തലേന്ന് എന്നിട്ടും നമ്മളിത് വേണ്ട, കാരണം എനിക്ക് എൻ്റെ ഉള്ളിലെടുത്തുണ്ടായിരുന്നു, ഞാനും കൂടെ പാർട്ടായിരുന്നു ഇവൻ്റെ ജേണിയിൽ, തൊപ്പിന്ന ഒരാളുടെ. അപ്പോൾ തകരുന്ന കാണാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, ടു ബി ഓണസ്റ്റ്. എന്നിട്ട് പക്ഷെ ഞാൻ സ്റ്റില്ല് ഇവനെ അതായത് ഇങ്ങനൊരു ഇഷ്യൂ നടന്നപ്പോൾ തന്നെ കാണിച്ചു തരാണെങ്കിൽ, ഈ ഇഷ്യൂ നടന്നപ്പോൾ തന്നെ അതായത് ഇങ്ങനൊരു ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാനിവന്, അതായത് കറക്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. എന്താ അതായത് മാർച്ച് 27 കോൾ മീ വെൻ യു ഫ്രീ, ഞാൻ അവന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് മാർച്ച് 27 ഇത് എന്തെങ്കിലും രീതിയിൽ ഇത് ഓൻ്റെ ഈഗോയും ഓൻ്റെ ആ ഒരു സുപ്പീരിയോറിറ്റി മെൻറ്റാലിറ്റി ഓൻ്റെ എല്ലാ ഈ വൃത്തിയുടെ തരം മാറ്റി പഴയ പോലെ ആവുമെന്ന് പ്രതീക്ഷിച്ച് ഞാനവന് മെസ്സേജ്, പക്ഷേ അവൻ റിപ്ലൈ തന്നിട്ടില്ല. എന്നിട്ട് ഇന്നലെ ഷമീർ വീഡിയോ ഇടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണോ, എടുത്തയാടി ഇടണോ, നമുക്കൊന്നുകൂടെ അവൻ്റെ അടുത്ത് ഇതാക്കിയിട്ട് ഇത് ചെയ്താൽ പോരെ. അതായത് കുറേ തെളിവുകളെല്ലാം ഇതൊന്നുമല്ല, വേറെ കുറേ കാര്യങ്ങളുണ്ട്, കേരളം കത്തുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും ഇതുവരെ ഷമീർ ലൈവിൽ ഇതിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ലൈവിൽ ഷമീർ കിക്കിൽ ലൈവിൽ ഇടാൻ വേണ്ടി നിന്നപ്പോൾ പോലും യൂട്യൂബിൽ ആ വീഡിയോ ഇടുന്നതിന് മുമ്പ് പോലും ഷമീറോട് ഞാൻ പറഞ്ഞത് അവിടെ വേണ്ട, ആലോചിച്ച് ചെയ്താൽ മതി. പക്ഷേ ഷമീറോട് ഇതിങ്ങനെ പോയാൽ ലാസ്റ്റ് ഒന്നും അല്ലാണ്ടായിപ്പോവും. ഓൻ്റെ ഇതാക്കിയിട്ട് നമ്മളിങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മളെ ഭാഗത്തും നമ്മളെ ചിലപ്പോൾ ആൾക്കാർ ക്രൂശിക്കും. ഇതല്ലാണ്ട് വേറെ വഴിയില്ലാന്ന് ഷമീർ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഓക്കെ ആ രീതിയിൽ ഇതാക്കാം. പക്ഷെ എന്നിട്ടും അതായത് ഷമീർ അതായത് ഇന്നലെ വ്ളോഗും ലൈവ് ഇടുന്നതിൻ്റെ പുലച്ച് ഞാൻ ഒന്നുകൂടെ മെസ്സേജ് അയച്ചു, എന്താ നീഡ് ടു മീറ്റ് വെരി അർജൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് കണ്ടിട്ടെങ്കിലും ഇതൊന്നും സോൾവ് ചെയ്തിട്ട് ഇവരെ പ്രശ്നങ്ങൾ ഇവരെ ഈ ഓമ്പിച്ചത് ഇവർ ക്ഷമിക്കാൻ തയ്യാറാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഞാൻ നടുക്കുന്നിട്ടൊരു ട്രൈ, എന്നെക്കൊണ്ടാകുന്നൊരു ട്രൈ ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവസാനമായിട്ട് ഞാനൊരു മെസ്സേജ് അയച്ചാൽ ഇന്നലെ പുലച്ച 6 മണിക്ക്. അതിനും റിപ്ലൈ തന്നിട്ടില്ല. അറ്റ് ലാസ്റ്റ് ഷമീർ എന്ത് ചെയ്യുന്നു, യൂട്യൂബിലൊരു വീഡിയോ ഇടുന്നു, ഷമീറും മമ്മും. ആ വീഡിയോ അത്യാവശ്യം കയറുന്നു. രാത്രി ഷമീർ കിക്കിൽ ലൈവ് ഇടുന്നു. ഇതിൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ ഇന്ന് വീഡിയോ ഇടുന്നു. ഇതാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളെന്നുള്ളത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലോ, ഇനി ഞാൻ പറഞ്ഞില്ല ഇത് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, വലിയ കാര്യങ്ങളുണ്ട്.
അത് പറയാൻ പോലും പറ്റുമെന്ന് പേടിയുണ്ട്. അത്രയും വലിയ കാര്യങ്ങളുണ്ട്. അതെല്ലാം ചിലപ്പോൾ പറയുമായിരിക്കാം, ഇല്ലായിരിക്കാം, വാട്ടവർ. വളരെ ചെറിയതാക്കിയിട്ട് വളരെ ഇതാക്കിയിട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരുപാട്, അതായത് 100 കാര്യങ്ങളിൽ 10% നിങ്ങൾ കേട്ടത്. 100 കാര്യങ്ങളിൽ 10%. അപ്പോൾ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ കുറേ മണിക്കൂറായി. ചിലപ്പോൾ ഇത് 2 പാർട്ടായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ബൈ.